ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യങ്ങളൊക്കെ ശ്രുതിയുടെ അടുത്ത് തുറന്നു പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇനിയിപ്പം സത്യങ്ങൾ അവൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതും ആ നവീൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടല്ലോ, അവൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മായിയമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം. അപ്പം ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതിയെ രവി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പം ഇവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലും ഇവൾ അപശകുനമാണെന്നും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ രേവതി ചെയ്താൽ ശരിയാകില്ല എന്നുള്ള രീതിയിലും ഒക്കെ സംസാരിച്ചു. അതിലൊക്കെ സങ്കടപ്പെട്ട് പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി തൻ്റെ ലക്ഷ്മിയമ്മയുടെയും ദേവുവിൻ്റെയും ഒക്കെ അടുത്ത് വന്നിരുന്ന് സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, മോളെ ചന്ദ്രമതിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നത്? ദേ നീ ഇപ്പൊ സച്ചിയെ കുറിച്ച് ആലോചിക്ക്. സച്ചിക്ക് എത്രമാത്രം മാറ്റമുണ്ട്, അവൻ ഇപ്പൊ എത്രമാത്രം കാര്യമായിട്ടാണ് നിന്നെ ശ്രദ്ധിക്കുന്നത്. നിന്റെ കാര്യങ്ങളിൽ നമ്മളെയൊക്കെ ചന്ദ്രമതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി സ്പോട്ടിൽ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ, നീ അതൊക്കെ ആലോചിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഭാമയുടെ അടുത്ത് പറയുക, ഭാമേ ദേ ഈ രേവതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മഹാദാരിദ്ര്യം പിടിച്ച വീട്ടിലെയാണ്. ഇനി അവളെ ഇതിനെയൊക്കെ മുന്നിട്ട് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നതെന്ന്. അപ്പം നമ്മുടെ അച്ചമ്മയ്ക്കാണെങ്കിൽ ചന്ദ്രമതിയുടെ ഈ കാട്ടായങ്ങളൊന്നും കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം വന്നു. അപ്പം ആ ഓട്ടം വന്നതനുസരിച്ച് പുള്ളിക്കാരനെ പിക്ക് ചെയ്യാൻ ചെല്ലുകയാണ്. അപ്പം ആളൊരു നല്ല ജെന്റിൽമാനാണ്. സംഗതി വേറെ ആരുമല്ല, നമ്മുടെ നവീൻ തന്നെയാണ്. നവീൻ വണ്ടിയിൽ കയറിയ പാട് തന്നെ, സാറേ എവിടെയാ സാറേ പോവേണ്ടത്? അതെ ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിലേക്കാണ് പോവേണ്ടത്. ആഹാ സാറിന് അങ്ങോട്ടാണോ പോവേണ്ടത്? ആയിക്കോട്ടെ സാറേ കയറിക്കോന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് നമ്മുടെ നവീനെ സ്വീകരിച്ച് സച്ചി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പം വണ്ടിയിൽ കയറിയിരുന്നതും നവീനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ തനിക്കോണം കാണിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, പുള്ളി ഫോണിൽ നമ്മുടെ ശ്രുതിയുടെ പിക്കൊക്കെ എടുത്തു വെച്ച് ഇതൊക്കെ ഇങ്ങനെ നോക്കി രസിച്ചിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പെറുപെറുത്ത് സംസാരിക്കുക. എടി മോളെ, ഇന്നത്തെ കൊണ്ട് നിന്റെ ഇടപാട് തീർന്നു. നീ എന്താ ഈ എന്നെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരുന്നത്? എൻ്റെ കുടുംബജീവിതം തകർത്തിട്ട് നീ മറ്റൊരുത്തൻ്റെ ഭാര്യയാകാന്ന് വിചാരിച്ചു അല്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സച്ചി ഡ്രൈവിങ്ങിനിടയിൽ ഇവൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇവനിങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഇവൻ ആരെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്? ഇവന് എന്തൊക്കെയോ ഇടപാടുണ്ട്, ഇവനത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ സച്ചി പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി വണ്ടി ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മുടെ രേവതി അന്വേഷിച്ച് നടക്കുകയാണ്. അല്ല മോളെ, നീ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയുടെയും ദേവുവിൻ്റെയും ഒക്കെ അടുത്ത് നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ചെന്ന പാടെ തന്നെ അവളോട് പറഞ്ഞു, മോളെ ദേ ശ്രുതി ഒരുങ്ങാൻ കയറിയിട്ടുണ്ട്. അപ്പം നീയല്ലേ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. കുടുംബത്തെ മൂത്ത മോള് നീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവളെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വവും നിനക്കാണ് എന്നൊക്കെ പറയുമ്പം രേവതി ആണെങ്കിൽ, അച്ഛാ അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്തേലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രവിയോട് ഒരു ഒഴിവ് പറയാൻ നോക്കുന്നുണ്ട്. എന്നാലും അച്ഛമ്മയുടെയും രവിയുടെയും ഒക്കെ നിർബന്ധപ്രകാരം ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി ആ റൂമിലേക്ക് ചെല്ലാൻ പോവുകയാണ്. അപ്പം ശ്രുതിയും കൂട്ടുകാരിയും കൂടി, എടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് പോയിട്ട് ശ്രുതിയുടെ റൂമിൽ പോയിട്ട് ശ്രുതിയോടൊന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കാവോ എന്ന് മീനയോട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു. മീന അല്ലാട്ടോ, മീര. അപ്പം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മീരയാണെങ്കിൽ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ശ്രുതിയുടെ റൂം ലക്ഷ്യമാക്കിയിട്ട് അവൾ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ശ്രുതിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രുതി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുമെന്ന് ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും മീനയാണെങ്കിലോ നമ്മുടെ സുധിയുടെ റൂമിന് വെളിയിലെത്തി. അപ്പം ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കിനും സുധി ചോദിക്കുക, ആരായാലും അകത്തോട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവള് റൂമിനകത്തോട്ട് കയറിയതും, അതെ നീ എന്താ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുധി ചോദിക്കുന്നുണ്ട്,
അല്ല നിനക്കെന്താ ഇപ്പൊ തനിച്ച് എന്നോട് സംസാരിക്കാനുള്ളത്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിക്കുമ്പം, അതെ എൻ്റെ കല്യാണമാണ് ഇന്ന്, ഞാൻ കാണാനൊക്കെ ഒരു ഇച്ചിരി ഗ്ലാമറാണ്, എന്നാലും നീ എൻ്റെ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ, നീ എന്നെ ആ കണ്ണ് വെച്ച് കാണാവോ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി മീരയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും മീര പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറയാൻ വന്നതല്ല, ഞാനേ ശ്രുതിക്ക് നിങ്ങളെ ഒന്ന് കാണണം, അതും ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റിയാലൊന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അതായിരുന്നു സംഭവം. ഇച്ചിരി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ഒന്നായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ എന്തിനാ ഇനിയിപ്പോ ഞാൻ അവിടെ വന്ന് കാണുന്നത്? അതെനിക്കറിയില്ല, അവൾക്ക് സീരിയസ് ആയിട്ട് എന്തോ ഒരു സംഭവം നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് ഇവൾ ആ റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയും ഭാമയും കൂടെ ഓടിപ്പിടിച്ച് റൂമിലെത്തി. അപ്പം ഇവിടെ നിൽക്കുന്ന മീരയെ കണ്ടതും, അല്ല നീ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ, നീ എന്താ ഈ റൂമിൽ വന്ന് നിൽക്കുന്നത്, അതും ഇവൻ ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത്? അപ്പൊ പെട്ടെന്ന് തന്നെ മീന പറഞ്ഞു, മീനയല്ല സോറി കേട്ടോ മീര, അവള് പറഞ്ഞു അതെ ശ്രുതിക്ക് ശ്രുതിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാനത് പറയാൻ വേണ്ടി വന്നതാണെന്നും. അപ്പൊ പെട്ടെന്ന് തന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പറയാമെന്നും പറഞ്ഞ് നമ്മുടെ മീരയെ പറഞ്ഞ് ആ റൂമിന് വെളിയിലാക്കി. ചന്ദ്രമതി ആണെങ്കിലും എളുപ്പത്തിൽ തന്നെ റെഡിയായി മണ്ഡപത്തിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞ് ശ്രുതിയോട് കാര്യങ്ങളും പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് അങ്ങ് പോരുകയാണ്. പിന്നീടാണെങ്കിലോ മീര നേരെ റൂമിൽ വന്നതും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, എടി പുള്ളിക്കാരനെ കണ്ടു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്റെ അമ്മായിയമ്മ കയറി വന്നു, അവരെന്നെ കൊണ്ട് സത്യങ്ങളൊന്നും പറയാൻ സമ്മതിച്ചില്ല എന്നും പറഞ്ഞ് ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെയാ പുള്ളിക്കാരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്? സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതിനി ആ നവീൻ വന്ന് പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അവർ വല്ല കംപ്ലൈൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലീസുകാർ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നീ സമാധാനപ്പെട്, ഒരു കാര്യം ചെയ്താലോ, ഫോൺ ചെയ്ത് സംസാരിച്ചാലോ എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ സംസാരിച്ചു. എടി അയാൾ ഇവിടെ വരുമോന്നോ കല്യാണം മുടക്കുമെന്നോ ഒന്നും ഒരു ഉറപ്പുമില്ല, നീ വെറുതെ പോയി എടുത്തു ചാടി നിന്റെ ഉള്ള ജീവിതം നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ നിർബന്ധിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പം ഈ ഒരു അമ്മ വിളിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു. അവളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് നമ്മുടെ വിമലാമ്മയുടെ നേരെ മെക്കിട്ട് കയറുകയാണ്. അപ്പൊ വിമല പറഞ്ഞു, മോളെ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്റെ വിവാഹ ദിവസമല്ലേ ഇന്ന്, അത് നല്ല രീതിയിലൊക്കെ നടന്നോ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് അറിയാൻ ഒരമ്മയായ നിലക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്നൊക്കെ സംസാരിച്ചു. ദേ നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിങ്ങൾ അന്ന് വന്നതിൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അന്ന് വന്നതും അതിന് പിന്നാലെ എൻ്റെ രഹസ്യങ്ങളൊക്കെ ഒരുത്തൻ കണ്ടെത്തി, അവനിപ്പോൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പതാ ഈ കല്യാണം പോലും നടക്കുമെന്ന് എനിക്ക് സംശയമാണ് എന്നും പറഞ്ഞ് ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വിമലയോട് പറഞ്ഞു, ഇനി മേല എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോവരുത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലേ ഞാൻ തിരിച്ചു വിളിച്ചോളാം, അല്ലാതെ എന്നെ ഇനി വിളിച്ച് ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. അപ്പം വിമലയ്ക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇനി എന്താ ചെയ്യുക, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയോ എന്ന് ചിന്തിച്ച് വിമല സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഇനി രേവതിയെ വിളിച്ചൊന്ന് അന്വേഷിക്കാം, അവൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ വിമലത രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പൊ രേവതി കോൾ എടുത്തു. പറയമ്മേ എന്നാ ഉണ്ട് വിശേഷം, ആദ്യം സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ആദ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അല്ല അവിടെ എന്തുണ്ട് വിശേഷം, മോളിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പം അത് എൻ്റെ ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, സച്ചിയുടെ ചേട്ടൻ, പുള്ളിക്കാരൻ്റെ വിവാഹമാണിന്ന്, അപ്പൊ ഞങ്ങളൊക്കെ ക്ഷേത്രത്തിലാണ് ഉള്ളത്, അല്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് രേവതിയോട് വിമല ചോദിച്ചതും, അതെന്താമ്മ അങ്ങനെ ചോദിച്ചത്, അല്ല മോളെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണോ നടക്കുന്നതെന്ന് അറിയാൻ ചോദിച്ചതാ. ഇതുവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ് നടക്കുന്നത്, പെണ്ണും കൂട്ടരും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ചെറുക്കനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ കല്യാണം എത്രയും പെട്ടെന്ന് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കും, അപ്പൊ നിങ്ങളോട് ഇതൊക്കെ പറയാൻ ഞാൻ വിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പം എന്നാ മോൾക്ക് തിരക്കാണെങ്കിൽ മോള് കാര്യങ്ങളൊക്കെ നടത്തിക്കോ, പിന്നെ വിളിക്കാന്നും പറഞ്ഞ് വിമല ഫോണും വെച്ചു. അതിനുശേഷമാണ് വിമലയുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി എന്ത് ചെയ്യും, ഇത്രയും നേരവും താൻ ടെൻഷൻ അടിച്ച് നിന്നു. അപ്പൊ ശ്രുതി പറയുന്നത് പോലെയല്ല കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വിമല അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ ഇനി എന്ത് ചെയ്യും, താൻ ഇവിടെ പെട്ട് നിൽക്കുകയാണ്, ശ്രുതിയെ വിളിച്ച് സത്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അവൾ ആ ഒരു ഫോൺ എടുത്ത് നമ്മുടെ സുധിയെ വിളിച്ചിട്ട്, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു.
എടി നീ എന്താ ഇപ്പൊ എന്നോട് വിളിച്ചത്? ദേ ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പം അധിക സമയമില്ലല്ലോ നമ്മുടെ വിവാഹത്തിന്. അതെ, വിവാഹത്തിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ശ്രുതി സത്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ദാ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്